ഒന്നോ രണ്ടോ ബോട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇങ്ങനെ കേട്ടോ അതിന്റെ ടൈം അല്ലാത്തതുകൊണ്ടാണ് സ്ഥിരമായിട്ട് വരുന്നത്. അടിച്ചു വരുന്ന തിരമാല ആ ടൈം അല്ല കേട്ടോ, ടൈം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബീച്ചിലൂടെ ഇങ്ങനെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ഈ ബീച്ചിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ആ ബീച്ചിൽ ചെറിയ ഇതുണ്ടോ, അവിടുന്ന് ആ ബീച്ചിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ, പക്ഷെ അതിന് അല്ല വേറൊരു കളറാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, ഇനി ഈ ബീച്ചിലെ വളരെ ക്ലിയർ ആണ് കേട്ടോ. കളറൊക്കെ നല്ല കളർ. കക്ക പോലെ എന്തോ ഒരു സാധനം ഉണ്ടോ, പരിപ്പോട പോലെ ഉണ്ട്. ഒരു സൈഡ് ബീച്ചും മറ്റേ സൈഡിൽ പനങ്കാടും. ഇഷ്ടംപോലെ പനങ്കാടും വലിയ നീണ്ട് നിവർന്ന് കിടക്കുന്ന ബീച്ചും. ഇത്ര മനോഹരമാണ്. പനങ്കാട് മാത്രമല്ല, പെണ്ണുങ്ങളുണ്ട്. നല്ല രസമുണ്ട്. ഒരു ഇതൊക്കെ നോക്കുന്ന ഈ കടലിലൊക്കെ ഇറങ്ങുന്നവരെ രക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തകരില്ലേ, അതിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടു. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച്, ഒന്നും പറയാനില്ല. സൂപ്പർ. വന്ന് ഇവിടെ ആസ്വദിക്കണം കഴിച്ചു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കണം. നല്ല മനോഹരമാണ്. വെയിലുണ്ടെങ്കിൽ പോലും ഒരു പതഞ്ഞ് 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 വരുന്ന തിരമാലകൾക്കിടയിലൂടെ ഞാനിതാ പാറി പറന്നു പോകുന്നു. മടുത്തു ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും നല്ലൊരു ബീച്ച് വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളിവിടെ വരിക, കടലിൽ തിരമാലകൾ പൊക്കം, ഒപ്പം ഓടുക, ചാടുക, പിന്നെ ഇല്ല ഒന്നും കിട്ടിയില്ല. ആ തിരമാല തന്നെ എടുത്തോണ്ട് ഉണ്ട്. പിന്നെ തിരമാലകൾക്കൊപ്പം നമ്മുടെ പോകുന്നതാണ് കേട്ടോ. ഞാൻ തിരിച്ച് വീണ്ടും പോവുക കേട്ടോ. അതായത് ഇനി അങ്ങോട്ട് കുറച്ച് ബീച്ച് കാണാനുണ്ട്. അപ്പം അങ്ങോട്ട് പോയാൽ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമോ നോക്കാം. കക്കായും ശംഖും വലിയ ശംഖും എല്ലാം കിട്ടുമോയെന്നാണ് ഞാൻ നോക്കുന്നത്. പിന്നെ സ്റ്റാർ ഫിഷ് കിട്ടും കേട്ടോ. സ്റ്റാർ ഫിഷ് അത് പലതരത്തിലുള്ള കളറിലുള്ള സ്റ്റാർ ഫിഷുകളുണ്ട്. അതൊക്കെ ഈ കടലിൽ കിട്ടുമോ നമുക്ക് നോക്കട്ടെ. നമ്മൾ ഏതായാലും ബീച്ചിൽ വന്നു. ഞണ്ടൊന്നും ഇതുവരെ ഞാൻ കണ്ടില്ല കേട്ടോ. ഞണ്ടിനെ ഞാൻ കണ്ടില്ല. പിന്നെ എനിക്കിനി കിട്ടേണ്ടത് കടൽ കുക്കുംബർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതുണ്ടോ നോക്കണം. പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ടോ നോക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ അത്. പിന്നെ എനിക്ക് ഒരുപാട് ചെറിയ കക്കാകളുടെ ശേഖരമുണ്ട്. ഞാൻ അത് വെച്ച് ചെറിയ ചെറിയ ഓരോ പ്രതിമകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ട്.
കുറച്ചുകൂടെ കിട്ടണം, എന്നാലേ വലിയ വലിയ പ്രതിമകളും പാവകളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. അതുണ്ടെങ്കിൽ കിട്ടും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ വന്നടിയുന്ന, ഇങ്ങനെ കടലിൽ നിന്ന് വന്നടിയുന്ന. ഇതിലൊക്കെ ചെറിയ ചെറിയ കക്കകളൊക്കെ ഉണ്ട്. ഒന്ന് പൊട്ടിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ, എന്താ സ്ട്രോങ്ങാ. അപ്പോൾ എത്ര കാലം കൊണ്ടും എത്ര വർഷങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതെന്ത് സ്ട്രോങ് ആണല്ലേ. അപ്പം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല, ഇതൊക്കെ ഒന്ന് തേച്ച് മിനിക്കൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. അപ്പം അതുപോലത്തെ ഓരോരോ സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഓരോരോ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ എൻ്റർടൈൻമെൻറ്റ്, നല്ല കാറ്റ്, വെയിലാണെങ്കിലും നല്ല കാര്യം. ഞാനും ഇത് ആ മുമ്പിൽ പോകുന്ന ആ ആൾ മാത്രമേ ഉള്ളൂ, രക്ഷാപ്രവർത്തനം ചെയ്യുന്നു ആ ആൾ മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാരൊക്കെ വരും. പക്ഷെ എനിക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്നത്, ഈ കടലിൽ ഇങ്ങനെ തിരമാല അടിക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കുമിളകൾ വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഈ മണ്ണിലെല്ലാം ചെറിയ ചെറിയ കുഴികൾ വന്നിട്ട്, അതെന്താണ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് ഈ കടലിൽ ഇങ്ങനെ മണ്ണിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുഴികൾ വരുന്നത്? ഞണ്ട് കയറുന്നതാണോ അതോ മണ്ണ് സ്വയം അങ്ങനെ കുഴിഞ്ഞു പോകണമെന്നാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും വളരെ മനോഹരം.